ഹായ്, വെൽക്കം ടു സ്വപ്നാസ് ഫുഡ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചിക്കൻ്റെ ആണ്. കുറേ ദിവസമായി ചിക്കൻ ചെയ്തിട്ട്, അപ്പോൾ വിചാരിച്ചു ചിക്കൻ്റെ ഒരു ഏറ്റവും ബാച്ചിലേഴ്സിന് പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി തരണം എന്ന് പറയുമ്പോൾ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ഈസിയാണ്. നമുക്ക് നല്ല ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കാം. ഞാൻ എന്നും പറയാറുള്ള പോലെ പ്ലീസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈസി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ബോൺലെസ് ചിക്കനാണ്. വിത്ത് ബോൺ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണമല്ലോ ചിക്കൻ. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നുറുക്കണം. ഇതെല്ലാം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനാണ്. അപ്പോൾ ചെറുതായി നുറുക്കിയിട്ട് മിക്സിയിലേക്ക് ഇടാം. പിന്നെ ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലികളാണ്, അതുകൊണ്ട് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു മീഡിയം സൈസ് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഒന്നെടുത്തത്. എരിവില്ലെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. അതൊന്ന് ചെറുതായിട്ട് ഇതിലേക്ക് അരിഞ്ഞിടാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം. ഞാനിപ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം. അതിന് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതെന്താ വെച്ചാൽ നല്ല കളർ കിട്ടാനാണ്, എന്നാൽ അധികം എരിവ് ഉണ്ടാവില്ല. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് എൻ്റെ, അതുകൊണ്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ. നിങ്ങളുടെ അത്ര എരിവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വരെ ഇടാം. പിന്നെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നല്ല സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 1/2 കിലോൻ്റെ അളവാട്ടോ പറയണത്, 1/2 കിലോ ചിക്കൻ്റെ. പിന്നെ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സാധാ മുളക് പൊടിയില്ലേ, അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ തൈര്. ഇത് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം എരിവ് കുറവാണ്, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ്. എപ്പോഴും ഉപ്പും എരിവും കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് ചിക്കനും കൂടെ കൂട്ടുമ്പോൾ അത് കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ചിക്കനിൽ തീരെ എരിവ് ഉണ്ടാവില്ല. അപ്പോൾ ചിക്കനിൽ എരിവ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് എരിവും കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഇത് കറക്റ്റായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കനാണ്, ബോൺലെസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് കൈ കൊണ്ട് കുഴച്ചോളൂ. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് മിനിമം 1/2 മണിക്കൂറെങ്കിലും വെക്കണം. ഒരു 2-3 മണിക്കൂർ വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. കാരണം ഇതൊന്ന് പിടിക്കണ്ടേ നന്നായിട്ട് ചിക്കനിലേക്ക്. ഞാനെന്തായാലും 1 മണിക്കൂർ വെക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1/2 മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇതിലേക്ക് ശരിക്കും നിങ്ങൾക്ക് സോയാ സോസ് ഉണ്ടല്ലോ, സോയാ സോസ്, ചില്ലി സോസൊക്കെ ഒഴിച്ചൊന്ന് പരട്ടി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞിട്ട് പിന്നെ സോയാ സോസും ചില്ലി സോസും ഒന്നും ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും തൽക്കാലം ഒഴിക്കുന്നില്ല. പക്ഷെ അതൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതിന്. ഇപ്പം ഞാനൊരു 2 hours ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് 2 hours കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് തൈരൊക്കെ വെച്ച കാരണം, തൈരും ഓണിയൻ പേസ്റ്റൊക്കെ ഇട്ട കാരണം നല്ലൊരു സോഫ്റ്റും നല്ലൊരു ഫ്ലേവർ വരും. അതിനാണ് ഓണിയൻ പേസ്റ്റ് നമ്മൾ ചേർക്കണത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും, വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു നാടൻ ടേസ്റ്റ് കിട്ടും കേട്ടോ. വലിയാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ പീസ് ഇതിലേക്ക് ഇടാൻ പോവാണ്. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, വേവുമില്ല.
2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്, കാരണം ഫുള്ള് ഇതിൽ കൊള്ളില്ല. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇത് നിങ്ങളുടെ ഓപ്ഷനാണ്, അടച്ചു വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മുങ്ങിക്കിടന്ന് പൊരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനെപ്പോഴും അടച്ചു വെക്കുന്നത് എന്താ വെച്ചാൽ ഒന്ന് കുക്കായി കിട്ടുമല്ലോ, ഒന്ന് ആവി കയറിയിട്ട്. അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പ് ഫ്രൈ അല്ലല്ലോ ചെയ്യണത്. അപ്പോൾ അടച്ചു വെച്ച് അതിൻ്റെ ആവിയിൽ നിന്നുള്ള ആ ഒരു അതും കൂടി ഒന്ന് കുക്കാവുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. വെറുതെ പൊരിച്ചെടുക്കണേക്കാളും എനിക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കുക്കാവുമ്പോഴാണ് ഇഷ്ടം. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇതുപോലെ അടച്ചു വെച്ചത്. അപ്പോൾ ഇത് എണ്ണയിൽ കിടന്നിട്ട് നന്നായി ഫ്രൈ ആവും ചെയ്യും, ഒന്ന് അടച്ചു വെക്കുമ്പോൾ ആവി കൊണ്ട് ഒന്ന് വേവുകയും ചെയ്യും. ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ അടച്ചു വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് കഴിയും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം കേട്ടോ. ബൈ.